ഹലോ ഗൈസ്, വെൽക്കം ടു സയൻസ് ഓം. സയൻസ് ഓമിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു LED ഫിൽ ലൈറ്റാണ് ഉണ്ടാക്കിയത്. നമുക്ക് 1 മില്യൺ കളേഴ്സിൽ കത്തിക്കാൻ പറ്റുന്ന ഒരു LED ഫിൽ ലൈറ്റ്, ബാറ്ററി ഒക്കെ ഇടുന്ന നല്ല അടിപൊളി ഒരു സാധനം. അപ്പോൾ ഞാനൊരു 1-2 ദിവസമായിട്ട് LED പുറകെ തന്നെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമായിട്ടുള്ള LED എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇതുപോലെ LED സിംഗിൾ ഡയോഡുകളാണ് അല്ലേ. നമുക്ക് ഈ പഴയ ലൈറ്റർ, ഈ ടോർച്ചുള്ള ലൈറ്ററിനകത്തൊക്കെയുള്ള LED ഡയോഡ്, അതാണ് ഈ സാധനം. പിന്നീട് ടെക്നോളജി ഇങ്ങനെ മാറി മാറി വന്നപ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള LEDs അവൈലബിൾ ആയി. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഇതുപോലെ LED സ്ട്രിപ്പുകൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ LED സ്ട്രിപ്പ് വെച്ചാണ് ആ ഒരു ലൈറ്റ് ഉണ്ടാക്കിയത്. ജസ്റ്റ് പൊളിക്കുക, ഒട്ടിക്കുക, 12 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കത്തുകയും ചെയ്യും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഇതുപോലെ LED ബോർഡുകളുണ്ട്. ഉണ്ടാവും ഇതായാലും ഫുള്ള് LED ഡയോഡുകൾ വെച്ച LED ബോർഡാണ്. പിന്നെ നമുക്ക് വണ്ടിക്കകത്തൊക്കെ ഹെഡ്ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയ LED ചെറിയൊരു ലൈറ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് LEDs ഇങ്ങനെ സീരീസ് ആയിട്ടും പാരലായിട്ടും ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കണക്ട് ചെയ്ത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നത് ഇപ്പോൾ LED ഡയോഡാണിത്. അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള LEDs ഇങ്ങനെ 6 ഒരു ചെറിയ ടോർച്ചിനകത്തെയോ എങ്ങാണ്ടാണ് ഇങ്ങനെ LED ലൈറ്റുകൾ വെച്ചേക്കുന്നതാണ്. ഈ LED കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള LED ആണ്. അതുപോലെ നമ്മുടെ ബ്രൈറ്റ് ലൈറ്റിനകത്തൊക്കെ, ടോർച്ചിനകത്തൊക്കെ ഉള്ള ടൈപ്പ് ഇതുപോലെ സിംഗിൾ ആയിട്ടുള്ള LED, പക്ഷേ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സിംഗിൾ LEDs. അതുപോലെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് LEDs ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എങ്കിലും ഇതിലെല്ലാത്തിലും നമുക്ക് ഫേമസ് ആയിട്ട് മുന്നിൽ ഇപ്പോൾ കയറി നിൽക്കുന്നത് ഇതുപോലത്തെ LED ബൾബുകളാണ് അല്ലേ. ഈ ഒരു ബൾബ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു 2 ഇയർ വാറണ്ടി ഒക്കെ തരുന്ന, 2 ഇയേഴ്സ് വാറണ്ടി ഒക്കെ ഉള്ള LED ബൾബാണിത്. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു LED ബോർഡാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു LED ബൾബിന് 2 വർഷം വാറണ്ടി ഉണ്ട്. 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോഴത്തേന് ഇത് കേടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് വലിയ കാര്യമായിട്ടുള്ള ഉപകാരങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൗൾ പോലത്തെ എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇതിനകത്ത് വാട്ടർ കട്ടൊക്കെ ചെയ്യുന്നതിനും പെയിൻറ്റ് കലക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ ചെറിയ എന്തെങ്കിലും യൂസസ് ഒക്കെ ഇതുകൊണ്ട് ഉണ്ടാകാറുള്ളൂ. ഇതിനകത്തുള്ള ഈ LED ഡയോഡിൻ്റെ ഈ ഒരു പാനലിനോ ഇതിനകത്തുള്ള സർക്യൂട്ടിനോ ഒന്നും വലിയ ഉപകാരമൊന്നും ഉണ്ടാകാറില്ല. നമ്മൾ നേരെ എടുത്ത് കുപ്പയിലെറിയുക, കൊണ്ടുപോയി അല്ലെങ്കിൽ ആക്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കത്തിച്ച് കളയുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ കേടായ LED ബൾബുകൾ യൂസ് ചെയ്ത് ഒരു വലിയ LED ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, കുറച്ച് അധികം വെട്ടം കിട്ടുന്ന പോലെ. അപ്പോൾ നമുക്ക് എന്തായാലും വർക്കിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഈ LEDക്കകത്തുള്ള ഈ പാനലുകളെല്ലാം പുറത്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബോഡി തന്നെ ഇതിൻ്റെ ഫുള്ള് ഹീറ്റ് സിങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സാധനം 2 സ്ക്രൂ ഒക്കെ ഉണ്ട് ഇതുപോലെ, ഇത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഈ വെള്ള കോമ്പൗണ്ട് ഇത് തേച്ചേക്കുന്നത് തെർമൽ പേസ്റ്റ് ആണ് കേട്ടോ. ഇത് ഈ LED ഉണ്ടാകുന്ന ഹീറ്റ് ഇതിൻ്റെ ബോഡിയിലോട്ട് വലിച്ചെടുക്കാനായിട്ട് തേച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബൾബിൻ്റെ അകത്തേയും കൂടെ ഈ LED പാനൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതുണ്ടാവും, ഇത് ഒരു LED ആണ് കേട്ടോ. നമ്മുടെ ലൈറ്റ് ബൾബിൻ്റെ അകത്തുള്ള സിംഗിളായിട്ടുള്ള ഒറ്റ LED ആണിത് കേട്ടോ, ഒരെണ്ണം. ഇത് ആക്ച്വലി 3 LED സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതാണ് ഈ LED. വെള്ള LED കത്താനായിട്ട് 3 വോൾട്ടാണ് വേണ്ടത്, ഇതിന് 9 വോൾട്ട് വേണം കത്താനായിട്ട്. ഇത് ജസ്റ്റ് ലൈറ്റായിട്ട് കത്തുന്ന കാണുമ്പോഴത്തേക്കും നമുക്കകത്ത് 3 ഡയോഡുകൾ കത്തി ഇങ്ങനെ വെട്ടം വരുന്ന കാണാൻ പറ്റും 3 സ്ഥലത്തു നിന്ന്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് പയ്യെ ഇങ്ങനെ കൂടി വരും തോറും ഇതിങ്ങനെ പയ്യെ കത്താൻ തുടങ്ങും. കണ്ടല്ലേ, ഇപ്പോൾ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ 6 വോൾട്ട് അടുത്തിതേ വരുന്നുണ്ട്. കുറച്ച് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കിതിൽ 3 LED കത്തി നിൽക്കുന്നത് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാണാമായിരിക്കുമോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് 3 LED ഒരുമിച്ച് ഇതേ കത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ വോൾട്ടേജ് കൂട്ടി കൊണ്ടുവരാൻ പോകണേ. കണ്ടോ എന്ത് വെട്ടമാണെന്നുണ്ടോ? ഈ ചെറിയ LED, ഇത്ര ചെറിയ ഒരു കരട് പോലുള്ള LED കത്തുന്നതാണ് ഇത്ര വെട്ടം വരുന്നതെന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ ഇങ്ങനെ LED കുഴപ്പം എന്നാന്ന് വെച്ചാൽ നോക്കി നിൽക്കുമ്പോൾ ചത്തുപോകും. കണ്ടില്ലേ, അപ്പോൾ ചൂടായിട്ട് ഈ വയർ ഇതേന്ന് ഉരുകി വിട്ടുപോകുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഹീറ്റ് സിങ്ക് കൊടുത്തില്ലെങ്കിൽ വലിയ ആയുസൊന്നുമില്ല LEDക്ക്. നല്ല രീതിയിൽ ഹീറ്റ് സിങ്ക് കൊടുത്താലേ LED മര്യാദയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ. ഇതിൻ്റെ കാര്യം ഇപ്പോൾ ഏറെക്കുറെ മനുഷ്യരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അല്ലേ. ഒരുപാട് ദേഷ്യമുള്ളവർ പെട്ടെന്ന് തട്ടിപ്പോകുന്നു പറഞ്ഞിട്ടില്ലേ, ചൂടന്മാർ പെട്ടെന്ന് ക്ലോസ് ആവുന്നു എന്ന് പറഞ്ഞ പോലെ കുറച്ചധികം പെട്ടെന്ന് ചൂടാകുന്ന സാധനം ഇത്, അതുപോലെ തന്നെ അടിച്ചു പോവുകയും ചെയ്യും. പക്ഷേങ്കിൽ വെട്ടം ഒരു രക്ഷയില്ലാത്ത വെട്ടമാണ് അത് വരുന്നത്. നല്ല അടിപൊളി ബ്രൈറ്റ് ലൈറ്റ്. ഇത്രയും ചെറിയൊരു LEDക്കകത്തുനിന്നാണോ ഇത്രയും വെട്ടം വരുന്നത് നമ്മൾ ആലോചിച്ച് പോകും. എന്തായാലും സംഗതി കൊള്ളാം. അപ്പോൾ ഈ പറഞ്ഞ എന്തായാലും പൊങ്ങി പോയി.
അപ്പോൾ നമുക്ക് ബാക്കി ഒരു കുറേ എണ്ണം കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് DC വോൾട്ടേജ് കൊടുത്ത് കത്തിച്ച് നോക്കാം. 9 വോൾട്ട് മതി ഇത് കത്താനായിട്ട്. 2 എണ്ണം സീരീസിൽ കൊടുക്കുകയാണെങ്കിൽ 18 വോൾട്ട് വേണം കത്താനായിട്ട്. ഒറ്റ കത്താൻ 9 വോൾട്ട് വേണം. കുറേ എണ്ണം പാരലായിട്ട് കൊടുത്താൽ 9 വോൾട്ട് കൊണ്ട് അടിപൊളിയായിട്ട് കത്തും. കുറച്ച് കൂടുതൽ ആംബിയർ വേണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി പണി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ഓരോ പാനലിൽ നിന്നും നമുക്ക് എല്ലാ LED വീതം റിമൂവ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഒരു സോൾഡറിങ് ആണ് വെച്ചിട്ട് ഈ പാനൽ മൊത്തത്തിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് LEDs എല്ലാം നിന്ന് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാനൽ ഈ സോൾഡറിങ് ആണ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഹീറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫുള്ള് ഇതിൽ റിമൂവ് ചെയ്യാം. ഹീറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ LED വീതം ജസ്റ്റ് ഇങ്ങനെ ഒരു ട്യൂസറിന് ഇങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ അധികം LED ഡയോഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ വർക്ക് ചെയ്യുന്നതാണെന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ബൾബിൻ്റെ വർക്ക് തുടങ്ങാൻ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കോപ്പറിൻ്റെ സ്ട്രിപ്പ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കോപ്പറിൻ്റെ ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോപ്പറിൻ്റെ പീസ് എടുത്തിട്ട് അതിലോട്ട് ഇതുപോലെ നമ്മുടെ LED വെച്ചിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ നെഗറ്റീവ് പോയിന്റുകളെല്ലാം കൂടി ഒരു കോപ്പറിൻ്റെ സ്ട്രിപ്പേലും പോസിറ്റീവ് എല്ലാം ഇതുപോലെ ചെറിയൊരു കോപ്പറിൻ്റെ വയറേലും കൂടെയാണ് നമ്മൾ സോൾഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും LEDs ഇതുപോലെ ഒരുമിച്ച് ഇങ്ങനെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് 9 വോൾട്ട് കൊടുത്ത് നോക്കാം ഇത് കത്തുമെന്ന്. ഭയങ്കര ബ്രൈറ്റായിട്ടാണ് ഇത് കത്തുന്നത്. സൂപ്പർ ബ്രൈറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 2-3 സ്ട്രിപ്പ് LED സോൾഡർ ചെയ്ത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെ 2-3 സ്ട്രിപ്പ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം പറ്റിയെന്നു വെച്ചാൽ ഞാൻ ഇൻസുലേഷന് വേണ്ടിയിട്ട് ഈ LEDൻ്റെ സ്ട്രിപ്പിൻ്റെ ബാക്കിൽ കുറച്ച് പെയിൻറ് അടിച്ചു. അപ്പോൾ പെയിൻറ് ലീക്ക് ചെയ്ത് ഈ LEDയുടെ അകത്തോട്ടൊക്കെ കയറി. അങ്ങനെ കുറേ LED കത്താതെ ആയിപ്പോയി. കുറച്ചൊന്നും വലിയ കുഴപ്പമില്ല, കുറച്ചൊന്നും കത്തുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ LED സോൾഡർ ഉണ്ടാക്കിയത് ഫ്ലോപ്പായി. രണ്ടാമതായിട്ട് ഞാൻ വീണ്ടും കുറേ LED കൂടെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ 2 സെറ്റായിട്ടാണ് ഞാൻ LED വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ 14 LED നമ്മൾ പാരലായിട്ടാണ് ഒരു സൈഡിൽ കൊടുത്തേക്കുന്നത്. ഇപ്പറേ സൈഡിലും 14 LED പാരലായിട്ട്. അപ്പോൾ പാരൽ എന്ന് പറയുമ്പോഴത്തേക്കും 14 LEDയുടെ പോസിറ്റീവ് എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തു, നെഗറ്റീവ് എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തു. അങ്ങനെ നമുക്ക് 2 പിന്നോട്ട് കിട്ടി. അതുപോലെ ഇപ്പറേ സൈഡിലും സെയിം ആയിട്ട്. എന്നിട്ട് ഈ 2 സാധനങ്ങളും ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ LEDക്ക് ഒരെണ്ണം കത്താനായിട്ട് 9 വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഒരെണ്ണം കത്താൻ 9 വോൾട്ട്, അടുത്ത് കത്താൻ 9 വോൾട്ട്, അപ്പോൾ മൊത്തം 18 വോൾട്ട് കൊടുത്താൽ ഈ LED ഫുൾ പവറിൽ കത്തും. ഓക്കെ, അപ്പോൾ ഈ LEDയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വെറുതെ വെച്ച് കത്തിക്കാൻ പറ്റത്തില്ല. ഹീറ്റ് സിങ്ക് ഇല്ലാണ്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ടക്കെന്ന് അടിച്ചു പോകും. ഒരു സെക്കൻഡ് പോലും കത്തി നിൽക്കില്ല, അതിന് മുമ്പ് സാധനം അടിച്ചു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നല്ലൊരു ഹീറ്റ് സിങ്ക് കൊടുക്കണം. അപ്പോൾ ഹീറ്റ് സിങ്ക് ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ഫാനൊക്കെ ഫിറ്റ് ചെയ്ത ഒരു അലുമിനിയത്തിൻ്റെ ഒരു പീസാണ് കേട്ടോ. അലുമിനിയം ഹീറ്റ് സിങ്ക്, ബാക്കിൽ ഒരു ഫാനൊക്കെ ഉണ്ട്. ഇത് GPUവിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഗ്രാഫിക്സ് പ്രോസസ്സറിനകത്തെ ഹീറ്റ് സിങ്ക് ആണ്. അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറ്റ് സിങ്കിൻ്റെ ബാക്കിലോട്ടായിരിക്കും നമ്മൾ ഈ LED കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കുറച്ച് തെർമൽ പാഡുകൾ യൂസ് ചെയ്യുകയാണ് കേട്ടോ. ഈ തെർമൽ പാഡയിലായിരിക്കും നമ്മൾ ഈ LED നിരത്തി വെക്കാൻ പോകുന്നത്. എന്നിട്ടായിരിക്കും ഈ ഒരു അലുമിനിയം പീസുമായിട്ട് കോൺടാക്ട് വരുത്താൻ പോകുന്നത്. ഓൾറൈറ്റ്, ഈ തെർമൽ പാഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇതിന് ചെറിയൊരു വളമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇടയ്ക്കൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് തെർമൽ പേസ്റ്റും കൂടെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആയില്ലെങ്കിൽ LED കത്തിപ്പോവും. അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ LED ചൂടാകാൻ പാടില്ല. കംപ്ലീറ്റ് LED ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് ഹീറ്റും ഈ ഹീറ്റ് സിങ്കിനകത്തോട്ട് വേണം പോകാൻ. LEDൻ്റെ ബാക്കിൽ തെർമൽ പേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഞെക്കി വെക്കാനായിട്ട് ഞാനിവിടെ ചെറിയൊരു അക്രിലിക് ഗ്ലാസിൻ്റെ പീസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഉരി പോകുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഫിറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ അക്രിലിക് ഗ്ലാസിൻ്റെ പീസ് നമുക്ക് ഇനി മുകളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ LEDക്ക് വർക്ക് ചെയ്യാനായിട്ട് 18 വോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ഫാനിന് മാക്സിമം 12 വോൾട്ട് വരെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ 12 വോൾട്ടിലും കറക്കുന്നില്ല, ഒരു 9 വോൾട്ട് മാത്രം യൂസ് ചെയ്തിട്ട് ഈ ഫാൻ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ഫാനിന് 9 വോൾട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചിപ്പാണ് കേട്ടോ. ഇത് KA7809 എന്ന് പറഞ്ഞൊരു ചിപ്പാണ്. ഈ ചിപ്പിൽ ആദ്യത്തെ പിന്ന് പോസിറ്റീവ്, അതായത് ഇൻപുട്ട്, നടുക്കത്തേത് ഗ്രൗണ്ട്, ലാസ്റ്റത്തേത് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 12 വോൾട്ട് കൊടുത്താൽ ഇവിടെ നമുക്ക് 9 വോൾട്ട് കിട്ടും. ഓക്കെ,
12 20 24 ഒക്കെ കൊടുത്താൽ നമുക്കിവിടെ 9 വോൾട്ട് മാത്രമേ വരുള്ളൂ. അതാണ് ഈ ചിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഈ ചിപ്പ് നമുക്ക് ഈ ഒരു ഹീറ്റ് സിങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി കണക്ഷനും കൂടെ കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ LED ലൈറ്റ് ഇവിടെ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞാനിതിൽ നമ്മുടെ LED ലൈറ്റിൽ ഉള്ള ഹീറ്റ് സിങ്കിലോട്ട് ആ ഒരു വോൾട്ടേജ് റെഗുലേറ്ററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 9 വോൾട്ട് വോൾട്ടേജ് റെഗുലേറ്റർ. അത് ഈ ഫാനിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഈ ഫാനും 18 വോൾട്ടിൽ കറങ്ങുന്ന ഫാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ 9 വോൾട്ട് തന്നെ നമുക്ക് ഈ LED കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫുൾ LED എല്ലാ LEDയും പാരലായിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 9 വോൾട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു വോൾട്ടേജ് റെഗുലേറ്റർ വെക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഇത്രയും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചാർജർ ഇവിടെ കുത്താനായിട്ട്, അതായത് 18 വോൾട്ടിൻ്റെ ഒരു ചാർജർ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ചെറിയൊരു പിന്നും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഴയ LED ബൾബുകൾക്കകത്ത് നിന്നുള്ള LED കണക്ട് ചെയ്തിട്ട് ഇതുപോലൊരു LED ലൈറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടെസ്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നൊരു 18.5 വോൾട്ട് ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത അഡാപ്റ്ററാണ്. കണ്ടില്ല, ഒട്ടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത്, തല്ലി പൊട്ടിച്ചിട്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇനി ചെക്ക് ചെയ്യാം. അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആക്കാവേ. ഓക്കെ, കണ്ടില്ലേ എന്നാ ബ്രൈറ്റ് ലൈറ്റാണ് കേട്ടോ. നല്ല അടിപൊളി പക്ക ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിലോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റാണ് നമ്മൾ ഈ LED കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു LEDക്ക് ഇതിൽ കറക്റ്റായിട്ട് ഈ ഫാനൊന്നും ഇല്ലാന്നാണെങ്കിൽ ഈ ഹീറ്റ് സിങ്ക് തന്നെ എനിക്കിത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഹീറ്റ് സിങ്ക് ചൂടായി വരുന്നത്. ഈ ഫാനൊക്കെ ഉള്ളതുകൊണ്ടാണ് പക്ക ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ലോ ആക്കി നിർത്താനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഫാനും കറങ്ങുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഫാൻ ഇവിടെ കറങ്ങുന്നുണ്ട്. നല്ല അടിപൊളി വെട്ടമുണ്ട്. നല്ല 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 കിടലിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, അതായത് നോക്കാൻ പോലും ഇല്ലാത്ത നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കണം, നമ്മൾ ഇതിൽ വെറും 28 LED ബൾബ് മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ, വെറും 28 എണ്ണം. അപ്പോൾ നമ്മളൊരു 100 എണ്ണം വെച്ചെങ്ങനെ ഉണ്ടാവും, ഒരു 500 എണ്ണം വെച്ചെങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അത്രയ്ക്ക് നല്ല ഹൈ പവറിൽ കത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള LED ബൾബാണ് നമ്മുടെ ഈ ലൈറ്റ് ബൾബുകൾക്കകത്തുള്ളത്. പക്ഷേ നമ്മൾ ഇതുപോലെ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ഏതെങ്കിലും പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി LED ആണ്. ഒരു രക്ഷയില്ലാത്ത വെട്ടമാണ്. നല്ല സൂപ്പറായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുന്ന LED ആണ്. നല്ല രീതിയിൽ ഹീറ്റ് സിങ്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചൂടായാൽ പണി പോളും. ഇപ്പോൾ ചൂടാകാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഹീറ്റ് സിങ്ക് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇത് ചൂടാകാതെ നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് ലോങ് ലാസ്റ്റിംഗ് സാധനമായിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റും, നല്ല അടിപൊളി വെട്ടത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊജക്റ്റ് ഇച്ചിലൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്കൊരു 100 LED അല്ലെങ്കിൽ ഒരു 500 LED വെച്ചിട്ട് കത്തിക്കുന്ന ഒരു LED ബൾബ് ആക്കിയാൽ കൊള്ളാൻ തോന്നുന്നു. എന്തായാലും നൈസായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അടിപൊളി പെർഫോമൻസ്, കൊള്ളാം അല്ലേ? ഡിഫ്യൂസറൊക്കെ വെച്ച്, ഡിഫ്യൂസർ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഡിഫ്യൂസർ എടുത്ത് ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ തോന്നുന്നു അല്ലേ? ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. ഒട്ടിച്ച് വെച്ചാൽ അങ്ങനെ ഉണ്ട്. ഒട്ടിച്ച് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഇത് നല്ല ഡിഫ്യൂസ്ഡ് ആയിട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഡിഫ്യൂസർ വെച്ച് ഈ ഡിഫ്യൂസർ വെക്കാണ്ട് ഉണ്ടോ, ഡിഫറൻസ് ഉണ്ടോ? ഇത് വെച്ച് വെക്കാണ്ട് ഡിഫ്യൂസർ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ലൈറ്റ് കിട്ടുന്നുണ്ട്. അത് കൊള്ളാത്ത മതി. അപ്പോൾ ഇങ്ങനെ ഡിഫ്യൂസറൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം, ഡിഫ്യൂസർ വെക്കാതെ സെറ്റ് ചെയ്യാം. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വെട്ടം വരുന്നുണ്ട്, നല്ല കിടിലൻ ലൈറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊജക്റ്റിൽ നമ്മൾ വീട്ടിൽ കേടായിപ്പോയ LED ലൈറ്റ് ബൾബിനകത്ത് LEDകൾ അഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു LED ഉണ്ടാക്കുകയാണ് ചെയ്തത്. DCയിൽ കത്തിക്കാൻ പറ്റുന്നത്, അതായത് ഒരു DC അഡാപ്റ്റർ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി LED ലൈറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു അടിപൊളി ലൈറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.